രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഭരണ തുടർച്ചയുടെ മൂന്നാം ഊഴം ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്തനംതിട്ടയിൽ പാർട്ടി നേതാക്കളുമായി സംവദിച്ചു. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്ത അദ്ദേഹം ഓരോ വോട്ടും നിർണായകമാണെന്നും പ്രവർത്തനങ്ങളിൽ ഒട്ടും അയവ് വരുത്തരുതെന്നും കർശന നിർദ്ദേശം നൽകി. ഇടതുമുന്നണിയുടെ കെട്ടുറപ്പാണ് വിജയത്തിന്റെ ആധാരമെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഘടകകക്ഷികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പാർട്ടിയുടെ ശ്രദ്ധ കുറയുന്നു എന്ന മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം. CPM മത്സരിക്കുന്ന സീറ്റുകളിൽ കാണിക്കുന്ന അതേ ആവേശം ഘടകകക്ഷികളുടെ സീറ്റുകളിലും ഉറപ്പാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മുന്നണിയിലെ ഓരോ പാർട്ടിക്കും അർഹമായ പരിഗണനയും പ്രവർത്തന പിന്തുണയും നൽകേണ്ടത് വലിയ കക്ഷിയായ CPIMന്റെ ഉത്തരവാദിത്തമാണെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി. ഘടകകക്ഷികൾ മത്സരിക്കുന്ന ഇടങ്ങളിൽ വോട്ട് ചോർച്ച ഉണ്ടാകാതിരിക്കാൻ താഴെത്തട്ടിൽ മൈക്രോ പ്ലാനിംഗ് വേണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കേവലം ഭരണം നിലനിർത്തുക എന്നതിലുപരി ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വീഴ്ച സംഭവിക്കരുത്. ഓരോ പ്രവർത്തകരും സർക്കാരിന്റെ വികസന നയങ്ങളുടെ പ്രചാരണമാകണം. ഊർജ്ജസ്വലമായ പ്രവർത്തനം വഴി മാത്രമേ എതിർപ്പുകളെ അതിജീവിച്ച മൂന്നാം തവണയും LDF സർക്കാരിനെ അധികാരത്തിലേറ്റാൻ കഴിയൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 3 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ പത്തനംതിട്ട ജില്ലയിലെ ഓരോ മണ്ഡലത്തിലെയും വോട്ട് നില യോഗം വിശദമായി വിശകലനം ചെയ്തു. തദ്ദേശ തിരഞ്ഞെടുപ്പിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും ഉണ്ടായ വോട്ട് ചോർച്ചയും തിരിച്ചടികളും അംഗങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു. എവിടെയാണ് പിഴച്ചതെന്ന് കൃത്യമായി കണ്ടെത്തി പരിഹരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകളിലും പിന്നാക്ക വോട്ടുകളിലും ഉണ്ടായ മാറ്റങ്ങൾ യോഗം ചർച്ച ചെയ്തു. വോട്ട് വിഹിതത്തിൽ ഉണ്ടായ നേരിയ കുറവ് പോലും വരാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് നേതാക്കൾ വിലയിരുത്തി. ഇവ തിരിച്ചുപിടിക്കാനുള്ള പ്രത്യേക തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും തീരുമാനമായി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പത്തനംതിട്ടയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. കേസിൽ പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ A. പത്മകുമാറിനെതിരായ നടപടി വൈകുന്നതിൽ പ്രതിപക്ഷം വലിയ വിമർശനം ഉയർത്തുന്നുണ്ട്. എന്നാൽ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം ചർച്ചയായില്ല എന്നത് ശ്രദ്ധേയമാണ്. പത്മകുമാറിനെതിരെ പാർട്ടി തലത്തിൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ നേതൃത്വം ഇനിയും വ്യക്തത വരുത്തിയിട്ടില്ല. തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച യോഗത്തിൽ അഴിമതി ആരോപണങ്ങൾ ചർച്ചയാവാതെ മാറ്റിവെച്ചതിനെതിരെ രാഷ്ട്രീയ എതിരാളികൾ രംഗത്തെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്താകെ 110 സീറ്റുകൾ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് മുഖ്യമന്ത്രി നൽകിയിരുന്ന നിർദ്ദേശം. ഇതിനായി മണ്ഡലം തിരിച്ച് പ്രത്യേക ചുമതലകൾ നേതാക്കൾക്ക് നൽകി കഴിഞ്ഞു. പത്തനംതിട്ടയിലെ 5 മണ്ഡലങ്ങളും LDF നിലനിർത്തേണ്ടത് മുന്നണിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ അത്യന്താപേക്ഷിതമാണ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തളരരുത് എന്നും വികസന മുരടിപ്പ് ആരോപിക്കുന്നവർക്ക് മറുപടി നൽകാൻ ഭരണ നേട്ടങ്ങളുടെ പട്ടികയുമായി ജനങ്ങളെ സമീപിക്കണമെന്നും മുഖ്യമന്ത്രി യോഗം ഉപസംഹരിച്ചുകൊണ്ട് പറഞ്ഞു. വരും മാസങ്ങളിൽ ജില്ലയിൽ കൂടുതൽ റാലികളും കുടുംബ യോഗങ്ങളും സംഘടിപ്പിക്കാൻ CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു.